വൈഫ് ഷൈമ, ഞങ്ങൾക്ക് 3 കുട്ടികളാണ്, പിന്നെ മമ്മിയും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു ഹൗസ്, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഹൗസ് ബിൽഡ് ചെയ്യാൻ എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ആക്റ്റീവ് ഡിസൈൻസായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ ഞങ്ങൾ ഭയങ്കര കൺവിൻസ്ഡായി. അവരുടെ അപ്രോച്ചിൽ തന്നെ നമുക്ക് ഭയങ്കര ജെന്യുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ലേ ഔട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ടാണ് 7 സെൻസിൻ്റെ. അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്ത ഡിസൈൻസ് പോലെ അല്ലായിരുന്നു, ആക്റ്റീവ് ഡിസൈൻസായിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു ഡിസൈനിലേക്ക് തന്നെയാണ് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഫസ്റ്റ് ലേ ഔട്ട് അവർ തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. തുടക്കം മുതലേ ആക്റ്റീവ് ഡിസൈൻസ് നമ്മളായിട്ട് നല്ലൊരു കോർഡിനേഷനായിരുന്നു. എന്ത് കാര്യങ്ങളും നമ്മൾ പുതിയ ഐഡിയാസ്, നമുക്ക് തോന്നുന്ന കുറച്ച് ഐഡിയാസ് പറയുമ്പോൾ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് അയച്ചു തരികയും നമുക്ക് അതിൽ പുതിയ മോഡൽ കാര്യങ്ങൾ നമുക്ക് കാണാനും അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് കുറേ ഞങ്ങളായിട്ട് ഇൻഡെപ്ത് സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ തന്നെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. അത് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടായിരുന്നു, ഹെൽപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതാരാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു ആക്റ്റീവ് ഡിസൈൻസാണ്. വളരെ പ്രൗഡായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആക്റ്റീവ് ഡിസൈൻസാണ് അത് കംപ്ലീറ്റ്ലി ചെയ്തത്. കാരണം എല്ലാവർക്കും വീട് ഇഷ്ടമായി. ഞങ്ങൾ വീട്ടിൽ വന്ന് വീട് കണ്ടവർക്കൊക്കെ വീട് ഇഷ്ടമായി. ഞങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടോ ഒരു ലാവിഷ് സൈഡിലേക്ക് പോവാതെ ഞങ്ങൾ വിതിൻ ബഡ്ജറ്റിലാണ് കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു ഇത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കോർഡിനേഷൻ ആക്റ്റീവ് ഡിസൈൻസിന് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ അതിന് വെരി താങ്ക്ഫുള്ളാണ് ആക്റ്റീവ് ഡിസൈൻസിനോട്.